കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. 3 ക്ലിപ്പുകൾ നമ്മൾ കേട്ടു. യാഗത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് അല്പസമയം നീണ്ടുപോയി. 3 ക്ലിപ്പ് 1.5 മണിക്കൂർ. യാഗത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും പുതിയ യാഗത്തിലെ പഴയ നിയമ യാഗത്തിലേക്കൊന്നും ഞാൻ പോയില്ല. 5 യാഗങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോയില്ല. യഹൂദൻ്റെ യാഗമായതുകൊണ്ട് അത് ഒരർത്ഥത്തിലത് പഠിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ആത്മീയ മർമ്മങ്ങൾ പുതിയ നിയമത്തിൽ എന്താണ് നമ്മൾ ഗ്രഹിച്ചു പോകുന്നത് നല്ലതാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനത് വിടുകയാണ്. ഏതെങ്കിലും സന്ദർഭം വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അല്പമായിട്ടൊക്കെ ധ്യാനിക്കാമെന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ റോമാലേഖനം 12-ന്റെ 3-ാം വാക്യത്തിലേക്ക് വരുന്നു. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വെള്ളം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഈ കാലഘട്ടത്തിൽ ഈ പൗലൂസ് പഠിപ്പിച്ചിരിക്കുന്ന പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യമായവർ പഠിപ്പിച്ചിരിക്കുന്ന പഥ്യവചനം, പഥ്യോപദേശത്തിൻ്റെ പഠനത്തിൻ്റെ കുറവുകളാണ് ഇന്ന് കാണുന്ന ദുരുപദേശ സംഘങ്ങൾ കുമിള് പോലെ മുളച്ചു വരുവാൻ കാരണം. ഞാനത് വ്യക്തമായിട്ട് പറയാം. നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഒരു സഹോദരൻ ദൈവമായിട്ട് അവതരിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ ക്യാൻസർ മാറും, ഞാൻ പറഞ്ഞ രോഗം മാറും, ഞാൻ പറഞ്ഞ വിസ വരും, ഞാൻ പറഞ്ഞ വണ്ടി കിട്ടും, ഞാൻ പറഞ്ഞ വീടുണ്ടാകും. ഒരുത്ത പോക്കറ്റിൽ നിന്ന് വീടെടുത്ത് കൊടുക്കുക, ഒരുത്ത ഛർദ്ദിപ്പിച്ച് എന്താ മാറ്റുക, ശാപം മാറ്റുക, ഒരുത്ത ഊതിയിട്ട് ഉന്തിയിട്ട് അഭിഷേകം കൊടുക്കുക, ഒരുത്ത കൊലപ്പിക്കുക, ഒരുത്ത ചിരിപ്പിക്കുക. ഇങ്ങനെയുള്ള കൊള്ളരുതാത്ത പ്രബോധനങ്ങൾ, ജഡീക പൈശാചിക ഉപദേശങ്ങൾ എങ്ങനെ സഭയിൽ വന്നുകൂടി എന്ന് ചോദിച്ചാൽ ദൈവവചനത്തിലൂടെ എനിക്ക് മറുപടി പറയാൻ കഴിയണം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൾ തെറ്റിപ്പോകുന്നു. ഇന്നത്തെ പെന്തക്കോ സമൂഹം ജഡീകന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. ദൈവവചനം ഗ്രഹിക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും വിശുദ്ധ ജീവിതം നയിക്കാത്തവരും ആരാധനയില്ലാത്തവരും ആത്മീയമായ യാതൊരു ഗുണമോ മണമോ നിറമോ ഒന്നുമില്ലാത്ത ഒരു ജീർണിച്ച സമൂഹമായി പെന്തക്കോ സമൂഹം മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ട് ഇതാരും പഠിക്കുന്നില്ല. ആരും വലുതായിട്ട് പഠിക്കുകയില്ല, പഠിപ്പിക്കുക ഒന്നും ഒരു ചുക്കും മനസ്സിലാക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി 2 പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ, ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നു. ആ ആത്മനിറവിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു വന്നു. അവർ സ്നാനമേറ്റു. അധ്യായത്തിൻ്റെ അവസാന വാക്യം പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അത് ചേർക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം ഇത് പെന്തക്കോസ്തുകാർ മറന്നുപോയി. അധികം പാസ്റ്റർമാരും അത് പ്രസംഗിക്കുന്നില്ല. ഒരു ചെറിയ ശേഷിപ്പേ പ്രസംഗിക്കുന്നുള്ളൂ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു എന്നുള്ളത് പാസ്റ്റർമാർ വിഴുകിക്കളയുക. അവിടെയാണ് നമ്മൾ തകർച്ച പറ്റിയത് ഓർത്തോണം. യേശു കർത്താവ് നമ്മളോട് ഒന്നും പറഞ്ഞില്ല. പലർക്കും അറിഞ്ഞുകൂടാത്തൊരു വലിയ യാഥാർത്ഥ്യമായത് മാറിയിരിക്കുക. കർത്താവ് ഭൂമി വന്ന സമയത്ത് നമ്മളാരും ഇല്ലായിരുന്നു. നമ്മളെ 20 തലമുറയെങ്കിലും കുറഞ്ഞതില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ 20 തലമുറ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കർത്താവ് വന്നു.
ഈ ഭൂമിയിൽ പിതാവ് നിശ്ചയിച്ച പ്രകാരം കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളെ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് കർത്താവ് എന്ത് ചെയ്തു? അവരെ വിളിച്ചു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, അന്ത്രയോസ് ആദ്യമായ ശിഷ്യന്മാരെ വിളിച്ചു, തൻ്റെ കൂടെ ചേർത്തു, അവരെ പഠിപ്പിച്ചു. ഇന്നത്തെ വലിയ വലിയ ഭക്തന്മാരുടെ ഉള്ളിലോട്ട് ഇത് ഗ്രഹിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു മർമ്മമാണ്. നിങ്ങളുടെ ബുദ്ധി കർത്താവ് തുറന്നു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങളോട് കർത്താവ് ഒന്നും പറഞ്ഞില്ല. നിങ്ങളോട് പറയാനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അവരെഴുതി വെച്ചിരിക്കുന്ന അവർ തന്ന അറിവേ നമുക്കുള്ളൂ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മാതിരിച്ച് അപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. എന്താ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാത്ത? കർത്താവ് പറഞ്ഞാൽ കേട്ടാൽ മതി. കർത്താവ് എന്നോടല്ല പറഞ്ഞോ? കർത്താവ് എന്നോട് നിങ്ങളോടൊന്നും പറഞ്ഞില്ല. നമ്മുടെ പൊടി പോലും ഇവിടെ ഇല്ലായിരുന്നു. നമ്മളോട് പറയാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയെന്ന് വിശ്വസിക്കുക. ഇത് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച പിതാക്കന്മാർ പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ കരുതിയത് പുള്ളി ഇച്ചിരി പ്രായമായതുകൊണ്ട് തലയ്ക്ക് ഓർമ്മയില്ലാതെ സ്ഥിരതയില്ലാതൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ മനസ്സിലായി സ്ഥിരതയില്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാണെന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ പന്തോക്കോസുകാർക്കാണെന്ന്. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. കർത്താവ് അവരോട് പറഞ്ഞിരിക്കുക, അവരെഴുതി വെച്ചിരിക്കുന്ന. എന്നിട്ട് യോഹന്നാൻ 16 വന്നിരിക്കുന്ന ഒത്തിരി പറവാനുണ്ട്, വഹിപ്പാൻ കഴിവില്ല. എനിക്ക് വളരെ നിങ്ങളോട് പറവാനുണ്ട്. യോഹന്നാൻ സുവിശേഷം 16, 12, 13. വഹിപ്പാൻ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. സത്യത്തിനാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ ഞാൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഞാൻ നിങ്ങളോട് കൂടി വസിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൽ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഉപദേശിച്ചു തരും? പറയാതെ വിട്ടത് ഉപദേശിച്ചു തരും. 3.5 വർഷം പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഒത്തിരി പറവാനുണ്ട്. ചിരിയെ പറഞ്ഞുള്ളൂ, ഒത്തിരി പറവാനുണ്ട്. ഇത് തലയിലോട്ട് കയറാത്തിടത്തോളം കാലം ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ പ്രസക്തി നമുക്ക് കിട്ടാതെ പോകും. ഒത്തിരി നിങ്ങളോട് പറവാനുണ്ട്, വായിപ്പാൻ കഴിയില്ല. സത്യത്തിൽ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരികയും ചെയ്യും. പറയാതെ വിട്ടത് പറഞ്ഞു തരും, പറഞ്ഞതൊക്കെ മറന്നുപോയി. ഇത് പലർക്കും അതല്ല മറവി. പ്രായമൊക്കെ ആകുമ്പോൾ മറവിയുള്ളത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് രേഖകളായി എഴുതി തന്നിരിക്കുന്നത്. ഈ മറവിയുള്ള ബോധമില്ലാത്തവർക്ക് വേണ്ടി എന്നെ സംബന്ധിച്ച് എന്നെ പോലെയുള്ളവർക്ക് ഇത് എഴുതി തന്നിരിക്കുന്നത് എന്താ? രേഖകളായിട്ട് എഴുതി തന്നിരിക്കുക. ഇത് വചനത്തിലെ എനിക്കിവിടെ ഒത്തിരി പറവാനുണ്ട്, വായിപ്പാൻ കഴിവില്ല. സത്യത്തിൽ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകലവും ഉപദേശിച്ചു തരികയും നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അവർ മറന്നുപോയി, ഓർമ്മപ്പെടുത്തി. ഇങ്ങനെ ഒരു വിഷയം വേദപുസ്തകത്തിൽ കിടപ്പുണ്ടെന്ന് എത്ര പേര് ആധികാരികമായി മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നമ്മൾ പൊട്ടന്മാരെ പോലെ ജീവിക്കല്ലേ. ദൈവത്തെ ഓർത്ത് കാര്യങ്ങൾ മനസ്സിലാക്കണമേ, തിരുവെഴുത്തുകളെ മനസ്സിലാക്കണമേ. ഞാൻ ഈ പറഞ്ഞ വചനത്തിൻ്റെ വെളിപ്പാടുകൾ എൻ്റെ അഭിപ്രായം ഒന്നും ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം പറയാൻ എടുക്കണ്ട. അപ്പോൾ കർത്താവ് വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു. 3 വർഷം കൊണ്ടുനടന്ന് പഠിപ്പിച്ചു. വഹിപ്പാൻ കഴിവില്ല. കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. അവരുടെ ഹൃദയം ചഞ്ചലിച്ചു. കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയില്ല. കർത്താവിന് മനസ്സിലായി. ആത്മാവ് വരുമ്പോൾ ഞാൻ പറയാതെ വിട്ടത് പഠിപ്പിക്കും. അപ്പോൾ കർത്താവ് പഠിപ്പിച്ചത് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചത് = അപ്പോസ്തല ഉപദേശം. ഒന്നുകൂടി, കർത്താവ് പഠിപ്പിച്ചത് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചത് = അപ്പോസ്തല ഉപദേശം. ഇതൊന്നും പറഞ്ഞു തരാൻ ഇവിടെയുള്ള വേദപണ്ഡിതന്മാർക്കൊന്നും കഴിയത്തില്ല. ഇത് പറയാനുള്ള കഴിവും പ്രാപ്തിയുള്ളവർ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. ഏതോ ഒരു കാലത്ത് പാപിയായി നടന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാഭിഷേകം പ്രാപിച്ചു, കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ടായി, ഒരു തോന്നലുണ്ടായി, ബൈബിൾ കോളേജിൽ പോയി 3-4 വർഷം പഠിച്ചു, ഒരു ഡിഗ്രിയൊക്കെ എടുത്തു, ഇങ്ങോട്ട് വന്ന് കുറേ പ്രസംഗമൊക്കെ നടത്തി. ആൾക്കാർ കുറേ ഇഷ്ടപ്പെട്ടപ്പോൾ അഹങ്കാരം മൂത്തു. ഇപ്പോൾ വന്ന് അവരങ്ങ് ആൾ ദൈവങ്ങളായി. ഞാൻ അതിനെക്കുറിച്ച് ഇന്നും ആധികാരികമായി ക്ലിപ്പിൽ പറയാൻ പോവാം. കർത്താവ് പഠിപ്പിച്ചത് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചത്. പ്രവൃത്തി പുസ്തകം 1 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം കർത്താവ് അവരെ പഠിപ്പിച്ച് അവർ പ്രസംഗിച്ചു. എന്നാൽ ആത്മാവ് വന്നതിന് ശേഷം പഠിപ്പിച്ചത് ചേർത്താണ് പ്രവൃത്തി പുസ്തകത്തിലും റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, വെളിപ്പാട് പുസ്തകം വരെയുള്ള
ആ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ അതാണ് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം എന്ന് പറഞ്ഞാൽ അതാ. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് യോശുവയുടെ പുസ്തകത്തിലൊരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വന്നു. അതിപ്പോൾ പറയാനായിട്ട് പ്രേരണ ഉണ്ട് താനും. അതുകൊണ്ട് ഞാനത് പറയാം. ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ച് കോട്ടുകൊള്ളണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ശുശ്രൂഷ കൈമാറ്റം ചെയ്യുന്ന അവസ്ഥയാണ് യോശുവയുടെ പുസ്തകം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7, 8, 9 അധ്യായങ്ങൾ. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചതായ പ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവരെ മാത്രം ഇരിക്കുക. നീ ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകങ്ങളിലുള്ളത് നിൻ്റെ വായിൽ നീങ്ങിപ്പോകുകയും വരുത്. ഇതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി തീരും. യോശുവ ശുശ്രൂഷയെ ഫലമേൽപ്പിക്കുന്ന സമയത്ത് കർത്താവ് ദൈവം അവരോട് പറയുന്ന വിഷയമായത്. പൗലോസാണ് ശുശ്രൂഷ ഫലമേൽപ്പിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മോശയെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി. അതിലെ വേദപണ്ഡിതന്മാർ പറയുന്ന 2 പ്രധാന കാരണങ്ങൾ. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പാറയോട് അടിച്ചു. കൊലപാതകം എക്കാലവും പാപം തന്നെയാണ്. ഒരു മിസ്രൈമിൽ അടിച്ചു കൊന്നു. അതിനുവേണ്ടിയാണ് പിശാചിന് മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ചതെന്നാണ് യൂദയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് ദേവദാസന്മാർ വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. എന്തുവാകട്ടെ, പാപം ചെയ്താൽ പിശാച് വാദിക്കും എന്നുള്ള ഉറപ്പാണ്. ഇത് പലരും പാപം ചെയ്തുകൊണ്ട് പിശാച് വാദിച്ച് അവരെല്ലാം അവൻ്റെ അടികളാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ കേൾക്കുന്ന ആൾ ദൈവങ്ങളുടെ ശബ്ദങ്ങൾ. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ രോഗം മാറും. ഞാനൊരു അപ്പോസ്തലനാണ്. പൗലൂസിനെ പോലെയും പത്രോസിനെ പോലെയും യോഹന്നാനെ പോലെയും യാക്കോബിനെ പോലെ അപ്പോസ്തലന്മാരെന്ന് പറയാൻ ആർക്കാ യോഗ്യതയുള്ളത്? ഒരു യോഗ്യതയില്ല. ഈ അപ്പോസ്തലന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്നത് കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരുമാണ്. ഏത് മഹാനാണെങ്കിലും കൊള്ളാം. ഐ ആം എ അപ്പോസ്റ്റൽ. എന്താ അപ്പോസ്റ്റലൻ? അപ്പോസ്റ്റലിൻ്റെ ക്വാളിറ്റി എന്താണ് നീ വിടുവായിന് അറിയാമോ? അറിയാമോ? അപ്പോസ്തലന്റെ ശുശ്രൂഷ എന്താണെന്ന് അറിയാമോ? അപ്പോസ്തലന്റെ സ്വഭാവം, അപ്പോസ്തലന്റെ രീതി, അപ്പോസ്തലന്റെ ഉപദേശം എന്താണെന്ന് അവർക്ക് അറിയാമോ? ഈ വാവകൾക്ക് വിടുവായത്തരം വിളിച്ചു പറയുന്നതിന് ഒരു അതിരുമില്ല. വായു വരുന്ന കോതയ്ക്ക് പാട്ടെന്നുള്ള പറഞ്ഞുകൊള്ളുക. സാധാരണ ആൾക്കാർ പറയുന്നില്ല, എൻ്റെ മതം അല്ലത്. അത് ഏറ്റുവാങ്ങാൻ കുറേ മൂഢവിശ്വാസികൾ. എൻ്റെ ഭാഷ വേദവസം വായിക്കാത്ത, പ്രാർത്ഥിക്കാത്ത, നേരെ ചൊവ്വേ ജീവിക്കാത്ത കുറേ വിശ്വാസികൾ. അതുകൊണ്ടെങ്കിൽ ഇവിടെ ആർക്കും അപ്പോസ്തലനാകാം. തെറ്റിക്കിടക്കാം നമ്മൾ. മോശയെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി യോശുവയെ ശുശ്രൂഷ ഭാഗത്താക്കാനായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞ് കൽപ്പിക്കുന്ന ഭാഗം നമ്മൾ വായിച്ചു കേട്ടത്. യോശുവ 1:7, 8, 9 വാക്യങ്ങൾ. അത് വായിച്ച് പഠിച്ചോണം. അതിൻ്റെ ന്യായപ്രമാണങ്ങളുടെ കാലഘട്ടത്തിൽ ദൈവം കൊടുത്ത ഒരു വ്യവസ്ഥിതിയാണ്. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചത്. മോശയ്ക്കുമാണ് ന്യായപ്രമാണം കൊടുത്തത്, യോശുവയ്ക്കല്ല. അത് തെറ്റിക്കരുതെന്നാണ് യോശുവോട് പറയുന്നത്. ആ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇത് നമുക്കെടുക്കാൻ പറ്റുമോ? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമകെട്ട് നടക്കുന്നവരെ വിട്ട് അകന്നു മാറുക. ഇതാ പുതിയ നിയമസഭയ്ക്ക് തന്ന പ്രമാണം. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി ഈ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഇത് രണ്ടും തമ്മിൽ വകതിരിച്ച് മനസ്സിലാക്കാത്ത ശുശ്രൂഷകന്മാരെ ലോകത്തിന് ഉള്ളതാണ് പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കുക. കാരണം ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്താൻ വേണ്ടി പ്രസംഗിക്കുന്നെങ്കിൽ ദൈവം ഇത് അവരുടെ ഹൃദയത്തിൽ കൊടുക്കും. അവർക്ക് വെളിപ്പാടുകൾ കിട്ടിയില്ലെങ്കിൽ കിട്ടത്തില്ല. കഞ്ഞി കുടിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും ജീവിതം സുഗമമാക്കാനും വേണ്ടി വേദപുസ്തകം കയ്യിലെടുക്കരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടും. പുതിയ ശിഷ്യനരുത്. ആ ഭാഗത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇവിടെ ഞാനൊരു ഭാഗം റോമാലേഖനം 12-ാം അധ്യായത്തിലെ പഠന വിഷയത്തിലെ ഒരു വാക്യം വായിച്ചത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ അവനും ഒരു വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമ്പോൾ ഭാവിക്കണമെന്ന് എനിക്ക് ലഭിച്ച കൃപയാൽ ഞാൻ നിങ്ങളോട് ഓരോരുത്തരും പറയുന്നു. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുതാരും. നീ ഒരു ശുശ്രൂഷകനായി വിളിക്കപ്പെട്ടോ, നീ കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവദാസന്മാരിൽ നിന്ന് പ്രാപിച്ച് ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളിൽ നിന്ന് പ്രാപിക്കണം.
ദൈവമാക്കി വെച്ചവരും ഇത് ഭൂമിയിൽ വളരെ കുറവാണ്. സംഘടന ആക്കി വെച്ചവരും സ്വയമായവരും ഒക്കെയാണ് കൂടുതൽ. ദൈവമാക്കി വെച്ചൊരു കുറവാ. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു, ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രസക്തമായ ഒരു വേദഭാഗമാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്. എല്ലാവരും പറയുന്നത് ദൈവവചനം അല്ല. അത് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 3:34 ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. യോഹന്നാൻ 8:47 ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. ദൈവമാക്കി വെച്ചവരാ ദൈവം പറയുന്നു. അല്ലാതെ വെച്ച് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ മാഗിയാണ്, തേങ്ങയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും നടക്കില്ലെന്നല്ല, നടക്കും. ജനം നരകത്തിലേക്ക് പോകാനിടയായി. അത് നടക്കും. അത് നടന്നുകൊണ്ടിരിക്കുക. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ നമുക്ക് കിട്ടിയ വിശ്വാസം ഒരു ചെറുതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നോണം. വിശ്വാസം വർദ്ധിപ്പിച്ചു തരാൻ അപ്പോസ്തലന്മാരെ പോലെ ശിഷ്യന്മാരെ പോലെ പ്രാർത്ഥിച്ച് വിശ്വാസം വർദ്ധിപ്പിച്ചു കിട്ടണം. ആ കിട്ടിയ വിശ്വാസം കൊണ്ടെടുത്ത് ചാടരുത്. വിശ്വാസത്തിന്റെ അളവ് ചെറുതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നോണം. ഒരു ചെറിയ വിശ്വാസം വെച്ചോണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ തുനിയരുത്. വേദോസ്തം പ്രസംഗിക്കാൻ തുനിയരുത്. പാളിപ്പോകും. നിന്റെ നാവിനെ പിശാചെടുത്ത് ഉപയോഗിക്കും. അതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിജീവികളുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ. ബുദ്ധിയുള്ളവൻ സംഖ്യ ഗണിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കും. ഞാൻ വചനമാണ് പറയുന്നത്. ഭാവിക്കേണ്ടതിന് മീതെ ആരും ഭാവിച്ചു വരരുത്. നിനക്കൊരു വിശ്വാസം, നിനക്കൊരു പ്രത്യാശയും, നിനക്കൊരു ആത്മീയ അനുഭവങ്ങളുടെ അളവ് തന്നിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നോണം. അതിൽ നിലനിന്ന് വർദ്ധിച്ചു വരാനായിട്ട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ വീര്യം, വീര്യത്തോടെ പരിചാരം, പരിചാരത്തോടെ ഇതിനെയും, ഇതിനത്തോടെ സ്ഥിരത, സ്ഥിരതയോടെ ഭക്തി, ഭക്തിയോട് സൗരപ്രതി, സൗരപ്രതി സ്നേഹം കൂട്ടിക്കൊണ്ടിരുന്നോളാം. അങ്ങനെ കൂട്ടി വർദ്ധിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കാകുമ്പോൾ ശുശ്രൂഷയ്ക്കാകണം. സ്വയം കയറി ആകരുത്. സംഘടന വെച്ചവരാരും വചനം പ്രസംഗിക്കാൻ തുനിയരുത്. നിങ്ങളെ പാസ്റ്റർമാരെ പ്രാർത്ഥിച്ചാക്കിയെങ്കിൽ ദൈവമാക്കിയെന്നുള്ള ബോധ്യമില്ല. ശുശ്രൂഷ ഏറ്റെടുക്കരുത്, സഭകളെ ഏറ്റെടുക്കരുത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ദുരന്തമത. ടൈറ്റാനിക്ക് പറ്റിയതിനേക്കാളും വലിയ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചത്. സഭ തകർന്ന് തരിപ്പണമായി കിടക്കുക. ദൈവസഭയെന്ന് പറയുന്ന കൂട്ടങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ആൾ ദൈവങ്ങൾ എഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തർ ഓരോ പേരും ഉണ്ടാക്കി. ജീസസ് ഈസ് എലൈവ് കൂട്ടായ്മ, ഒരു പാർഷ്, കുറെ അടികളും, 66 സ്ഥലത്ത് വേല, 66 സ്ഥലത്ത് ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ മാന്യദേഹത്തിൻ്റെ ഭാര്യ ഒരു ക്ലിപ്പ് സംസാരിച്ചത് ഞാൻ വായിച്ചു. മണ്ണും പെണ്ണും മതിയവർക്ക്. എൻ്റെ അർത്ഥം ഭൗതികവും ജഡീയ സുഖവും. ലോക മനുഷ്യനേക്കാൾ അധപ്പതിച്ചു ആത്മീയരെന്ന് പറയുന്നവർ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ ദൈവസലില് നിലവിളിച്ച് കരയാനിടയായി. ദൈവമേ, ഈ പത്യവചനം കൊണ്ട്, പത്യോപദേശം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? വചനത്തിലൂടെ പഠിച്ചപ്പോൾ സന്തോഷം. കാരണം വചനം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആ കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്നേ. നമുക്കൊരു മണ്ണാങ്കട്ടെ അറിയില്ലെന്ന് ആദ്യം അങ്ങ് സമ്മതിക്കണമെന്നേ. അവരോട് ദൈവം പറഞ്ഞു, അവരോട് ദൈവം കൽപ്പിച്ചു. നമ്മളോട് പറയാം, ഞാനിവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാന്നെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കി കൊള്ളുവീൻ. ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾ എപ്പോഴും പറയുന്ന പദങ്ങളാണ്. പോയി വചനം പ്രസംഗിച്ച് ശിഷ്യരാക്കാൻ പറഞ്ഞു. എന്നിട്ട് സഭയെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് പറയാൻ പറഞ്ഞു. മോശ പറഞ്ഞതല്ല. അതവർ പറഞ്ഞുകൊണ്ടിരിക്കുക, അതവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവർ പ്രസംഗിച്ചെടുത്ത് ഞങ്ങളും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവർ പഠിപ്പിച്ചതുപോലെ ഞങ്ങളും പഠിപ്പിച്ചുകൊണ്ട് ഇതിനാളില്ല. ഇവിടെ സ്വോത്രാഴ്ചയൊന്നും അധികം കിട്ടത്തില്ല. ഇവിടെ ലോറിയും കാറും ഒന്നും കിട്ടത്തില്ല. ഇവിടെ വരുന്നവർക്കാർക്കും ഭൗതിക അനുഗ്രഹങ്ങളൊന്നും ഇത് വരില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിച്ചോണം. സ്വർഗത്ത് പോകാം, ഗ്യാരണ്ടി, 100%. അതിനുള്ള വഴികൾ പറഞ്ഞു തരാം. കൊണ്ടുപോകാനിരിക്കും പറ്റത്തില്ല, ഞങ്ങൾക്ക് ആർക്കും പറ്റത്തില്ല. വഴി പറഞ്ഞു തരാം. പൊക്കോടം വേണമെങ്കിൽ. മറ്റൊരു വഴി, വിശാലമായ വഴി നടത്തിക്കൊണ്ടിരിക്കുക നരകത്തിലേക്ക്. ഇവിടെ ഇടുക്കമുള്ള വഴി. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ
ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകും. ഞാൻ വചനത്തിലേക്ക് വരിക. ഭാവിക്കേണ്ടത് മീതെ ഭവിച്ചു വരാതെ ദൈവം അവനൊരു വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെന്ന് ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരും പറയുന്നു. നിനക്ക് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട അതിൽ നിന്നുകൊണ്ട് നീ ചെയ്യേ. വലിയ വിശ്വാസമില്ലെങ്കിൽ കിട്ടിയ വിശ്വാസത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് നീ ചെയ്യേ. നിനക്ക് ലഭിച്ച ചെറിയ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഈ വിശ്വാസ പ്രമാണം ശക്തിയോടെ ജനത്തെ പഠിപ്പിക്കേ. അല്ല അപ്പുറം കയറി ചെയ്യരുത്. കുറച്ചും ചെയ്യണ്ട, കൂട്ടിയും ചെയ്യണ്ട. ഹല്ലേലൂയ. ഓരോരുത്തരും ലഭിച്ച വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമ്പോഴും ഇതിപ്പോ സുബോധം വിട്ടുള്ള പോക്കാ. ഞാൻ പ്രാർത്ഥിച്ച രോഗം മാറും, മുഴ മാറും, വണ്ടി കിട്ടും, കാറ് കിട്ടും, ലോറി കിട്ടും, ബൈക്ക് കിട്ടും, വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ പോഷത്വം ലോകത്ത് വേറെയില്ല. വിട്ടോടിക്കോ. കോരപുത്രന്മാരോട് ദൈവം പറഞ്ഞതുപോലെ ഒരു ദൂത് പറയുക, പിതാക്കന്മാരുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയിക്കോ. ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരുടെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോ. ഇല്ലെങ്കിൽ ഭൂമി വായി വളർന്ന് കോരഹ് എന്ന് പറയുന്ന പിതാക്കന്മാരെ വിഴുകിയതുപോലെ ഇവിടെ വിഴുകലല്ല, തീപ്പൊയ്കൾ കൊണ്ട് കയ്യും കാലും കെട്ടിയിടും. അതിനേക്കാൾ ഉപരി ഒരു പറച്ചിലില്ല. അഗ്നിപ്പൊയ്കൾ കൊണ്ടിടും, കയ്യും കാലും കെട്ടിയിടും. അങ്ങനെ തന്നെ വാക്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോ അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ അവനവന് ചെയ്യുക. അല്ല അപ്പുറം കയറി ചെയ്യണ്ട, കൂട്ടി കുറച്ച് ഒന്നും ചെയ്യണ്ട. ചെയ്ത പാളിപ്പോകുന്നേ, ശുശ്രൂഷ പാളിപ്പോകുന്നേ, ഇത് പാളി കിടക്കുന്നേ. താറാവിന്റെ പുറകെ നടന്നവനും, കാക്കാശിന് പോക്കില്ലായിരുന്നവനും, കഞ്ഞിക്ക് വകയില്ലാത്തവനും കറുത്ത വേദപുസ്തകം എടുത്തപ്പോ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് നടക്കുക. എടാ പോഷ, ദൈവം അനുഗ്രഹിക്കുന്നത് ആത്മീയമാണ്. നിന്നെയെങ്കിലും പഠിക്കേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം പുതിയ നിയമ വിശ്വാസിയെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീകമായിട്ടാണ്, ഭൗതികമായിട്ട് അല്ല 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 അല്ല. ഭൗതികമായി അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹം മുഴുവൻ ഇസ്മയേലിന്റെ സന്തതികൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് നോക്കിയ എണ്ണപ്പാടങ്ങളും കോടിക്കണക്കിന് രൂപയും ഈ കിട്ടുന്ന കാശ് മുഴുവൻ വല്ലവൻ്റെ മണ്ടയ്ക്ക് മിസൈൽ അടിക്കാൻ വേണ്ടി വാരി കൂട്ടിക്കൊണ്ടിരിക്കുക. ഇറാനും ഇറാഖും സൗദിയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് എന്താ? ഉണ്ടാക്കി വെച്ചിട്ട് അവൻ്റെ തലയിൽ തന്നെ അവൻ വാരിയിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയിടുക, തല്ലി നശിക്കുക. ഇസ്ലാമിക രാജ്യങ്ങൾ തല്ലി നശിച്ചു കൊണ്ടിരിക്കുക. ഇറാനും ഇറാഖുമായിട്ട് 8 വർഷം യുദ്ധം ചെയ്തു. അവസാനം അച്ചായന്മാർ വന്ന് നേതാക്കന്മാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് തൂക്കിലിട്ട ചരിത്രമൊക്കെ നമുക്കറിയാം. ഞാൻ പറയാതെ ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ അവർ തമ്മിൽ യോജിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുക. ഇസ്രയേൽ എന്ത് ചെയ്തു? ഒട്ടുമുക്കാലും അറബ് രാജ്യങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. ഇസ്രയേൽ ഇപ്പോൾ വളരെ ഫുൾ സ്വിങ്ങിൽ നിൽക്കുന്നതൊക്കെ നമുക്ക് തോന്നും. കുറച്ച് കഴിയുമ്പോൾ ഇസ്രയേൽ തളരും. 3-ൽ 2 നശിക്കും. ഉദ്യോഗിലേക്ക് നോക്കുവാൻ 1% ദൈവം ശേഷിപ്പിക്കും. അതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തികളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പല പ്രാവശ്യം ഞാനത് പറഞ്ഞത് കൊണ്ട് പിന്നെയും അതിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ, വേദോസം പഠിക്കുമ്പോൾ, ലേഖനങ്ങളിൽ 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയെന്ന് പറയുന്നതിൽ തീത്തോസ്, 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ. 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ. ഈ 4 വേദഭാഗങ്ങൾ അല്ലെങ്കിൽ 4 പുസ്തകങ്ങൾ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി എഴുതിയ ഇടയലേഖനങ്ങൾ എന്ന് പഠിക്കുന്നു. ഇതൊന്നും ആരും പഠിപ്പിക്കാറില്ല. സഭയിൽ ബൈബിൾ സ്കൂളിൽ പോകുമ്പോൾ ഇത് ഓടിപ്പിച്ച് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്താണ് പൗലോസ് പഠിപ്പിച്ചത്? 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ, ഈ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ആരാ പഠിപ്പിക്കുന്ന സഭയിൽ? ഇവിടെ സങ്കീർത്തനം വായിച്ചിട്ട് അവർക്ക് നേരം തികയിലില്ല. 1-ാം സങ്കീർത്തനത്തിൽ തുടങ്ങി 150 സങ്കീർത്തനം വായിച്ചിട്ട് പിന്നെ 1-ലേക്ക് വരിക. സർക്കുലർ സ്റ്റഡി കറങ്ങിക്കൊണ്ടിരിക്കുക. ആ ബഹുമാനപ്പെട്ട ഭാഷമാണോ? എനിക്കൊരു ചോദ്യം.
PM ജോസഫ് എന്ന് പറഞ്ഞ IPCയിലെ സീനിയർ പാസ്റ്റർ ചോദിച്ച പോലെ സങ്കീർത്തനം ഇല്ലെങ്കിൽ അവർക്ക് ശുശ്രൂഷയില്ല. സങ്കീർത്തനം വായിച്ച് പാട്ട് പാടിക്കൊണ്ടിരുന്ന ശുശ്രൂഷയാണ്. അതിനിഷ്ടം പോലെ കാശും കിട്ടും. കോട കൊടുത്താണെങ്കിലും സമ വാങ്ങി കാശുണ്ടാക്കി കീശ വീർപ്പിച്ച് സ്വന്തം സാമ്രാജ്യം വളർത്താൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപകടം മണത്തുകൊണ്ട് പറയുക, നിത്യജീവൻ നഷ്ടപ്പെടും സഹോദരങ്ങളെ. മടങ്ങി വാ, യഥാസ്ഥാനപ്പെട്, കൈപ്പോടെ കരയെ. ഏത് മഹാനാണെങ്കിലും കൊള്ളാം, എനിക്കതേ പറയാനുള്ളൂ. ഇവിടെ ഞാനിതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ കർത്താവിനോട് ഇടപെട്ട വേദഭാഗമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നിന്നൊരു പഠനമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്. അത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. 1 തിമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല പേരെ ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാർക്ക് എന്തുകൊണ്ട് ശുശ്രൂഷകന്മാര് ഇന്ന് കാണുന്ന ഈ ചപ്പും ചവറും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആൾദൈവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു, വിശ്വാസികളെ ഈ ഗാർബേജ് തീറ്റിക്കുന്നു, ഈ വേസ്റ്റായിട്ടുള്ള ഭക്ഷണങ്ങളെ വിശ്വാസികളെ തീറ്റിപ്പിച്ച് നരകക്കുഴിയിൽ എന്തുകൊണ്ട് തള്ളിക്കളയുന്നു എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു വേദഭാഗം 1 തിമോഥെയോസ് 3-ാം അധ്യായം. ഒത്തിരി വേദഭാഗങ്ങളുണ്ടെങ്കിൽ അതിലെ പ്രധാനപ്പെട്ടത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുത്തൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ 1 തിമോഥെയോസ് 3:1 മുതൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദിനായിരിക്കണം, ആരെക്കൊണ്ടൊരു അപവാദം പറയിക്കരുത്. ഇവിടെ സ്വന്തം ഭാര്യ പറയാം, മണ്ണിനും പെണ്ണിനും വേണ്ടി എൻ്റെ ഭർത്താവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? പോകുന്ന സഭകളിലൊക്കെ അവർക്ക് കൂട്ടാളികളുണ്ട്, ഇണയാളികളുണ്ട്, തുണയാളികളുണ്ട്. അച്ചി തന്നെ പറയുക അച്ഛനെക്കുറിച്ച്. അധ്യക്ഷൻ നിരപവാദിനായി ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരും വരുത്. വെള്ളമടിച്ച് വായന ശുശ്രൂഷിക്കുന്നത് നമ്മൾ കഴിഞ്ഞ നാളിൽ കണ്ടതാ. കുപ്പി വെച്ച് ഒഴിച്ചൊഴിച്ച് കുടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേൾക്കാൻ കുറേ മൊണ്ണവിശ്വാസികളും. ഞാൻ ഇന്നുകൂടി ഒരാളോട് വിളിച്ച് പറഞ്ഞു, ലോകടകാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. ഇപ്പം സംഭവിച്ചിരിക്കുക. വഷളത്വം കൊണ്ട് നിറഞ്ഞിരിക്കുക. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് രക്ഷപ്പെട്ടോ? ഞാൻ വായിക്കുക. മദ്യപ്രിയനും തല്ലുകാരും വരുന്ന ശാന്തനും കലഹിക്കാത്തവരും ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരും സ്വന്തം കുടുംബത്തെ നന്നായി പാലിക്കുന്നവരും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പരിപാലിക്കുന്നവരുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് പുതിയ ശിഷ്യൻ അരുത്. 50-60 വയസ്സാകാതെ പൊസ്തോതി കയ്യിലെടുക്കരുത്. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അവരെ പുസ്തകത്തിലൊന്നും ഇല്ല. ഏതെങ്കിലും പ്രായമുള്ള കർത്താവിൻ്റെ ദാസന്മാരുടെ കീഴിൽ ദൈവമാക്കി വെച്ച് ദൈവം വചനം ഫലമേൽപ്പിച്ച് എന്ന് ബോധ്യമുള്ള ദൈവദാസന്മാരിൽ നിന്ന് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായ ദൈവദാസൻ്റെ കീഴിൽ ദൈവവചനം അഭ്യസിച്ച് കുറഞ്ഞതൊരു 10 വർഷമെങ്കിലും ദൈവവചനം അഭ്യസിച്ച് ആ ഗുരുശിഷ്യ ബന്ധത്തിലൂടെ കർത്താവിൻ്റെ ശിഷ്യനായ ഒരു ശിഷ്യനിൽ നിന്ന് യഥാർത്ഥ ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാപിച്ചെടുത്ത് പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകന്മാർ ഇത് ആത്മീയ ഗോളത്തിൽ എത്ര ഉണ്ട് പറ. ഹേമ കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തിയാൽ സിനി ഫീൽഡിൽ ഒരെണ്ണം കാണത്തില്ല സിനിമയിൽ അഭിനയിക്കാൻ. എല്ലാവരും അഭിനയമല്ല അനുഭവിക്കുക. സ്ത്രീകളുമായിട്ട് ഭാര്യ-ഭർത്തൃ ബന്ധം അനുഭവിച്ചാണ് അഭിനയിക്കുന്നത്. പണ്ടൊക്കെ അത് അഭിനയമായിരുന്നു, ഇപ്പം അതൊക്കെ മാറി അനുഭവമായി. അതങ്ങനെ ആയിപ്പോയി സിസ്റ്റമാറ്റിക്കായിട്ട്. അതിന് ഗതികെട്ട അവസ്ഥയായി പുതിയ നിയമസഭയിൽ. ഓരോ ചർച്ചകളിൽ പോകുമ്പോൾ അവർക്ക് ഓരോ കൂട്ടാളികളും ഇളയാളികളും ആണെന്നാണ് പറയുന്നത്. സാക്ഷ്യപ്പെടുത്തുക വിശ്വാസികളും കുടുംബസ്ഥരും. ഇത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? ദൈവം നീതിയോടെ അവരോട് ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനും എനിക്ക് ഓരോന്നും പറയാനില്ല അതിനെക്കുറിച്ച്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. എങ്ങനെ നടത്തുന്നത്? വചനം പ്രസംഗിച്ച് നടത്തിയവരെ, എബ്രായ ലേഖനത്തിൽ നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ അവർക്ക് കീഴടങ്ങിയിരിക്കുക. അവരുടെ വിശ്വാസം അനുകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. വചനം പ്രസംഗിച്ചല്ല ചപ്പും ചവറും പറഞ്ഞ് നടത്തുന്നത്.
ഒരു വചനം എടുത്ത് വായിച്ചിട്ട് അതിനെ കൂട്ടിച്ചേർക്കുക, മറിച്ച് കളയുക. 8 കോടി വേണം അത്ര ഹോളുണ്ടാക്കാൻ. അതിന് തലമൂത്ത നിർവ്വതിഷ്ടാവ് ഓശാന പാടാനും ദൂത് പറയാനും. ഇവരൊക്കെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ തീപ്പന്തങ്ങളായിരുന്നു കേട്ടോ. ഈ ആത്മീയ കുളത്തിലുള്ള പ്രായമുള്ള നിർവ്വതിഷ്ഠകന്മാർ അവരുടെ നല്ല കാലങ്ങളിൽ അവർ തീപ്പന്തങ്ങളായിരുന്നു. ഇവർക്ക് കാശും പണവും കസേരയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാം അഹങ്കരിച്ച് പിശാചിൻ്റെ ഏജൻറ്റുകളായി മാറിയെന്ന് ഞാൻ വളരെ സൗമ്യതയോടെ വിളിച്ചു പറയുക. ഇങ്ങനെയുള്ളവർ വിട്ടുമാറുക. ഞങ്ങളോട് പ്രമാണം പ്രാപിച്ച് നടക്കുന്നവരെ അനുകരിക്കുക. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമകെട്ട് നടക്കുന്നവരോട് അകന്നു മാറുക. അല്ലെങ്കിൽ രക്ഷയില്ല നമുക്ക്. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല, തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് പറഞ്ഞ വാക്യമാണ് ഞാൻ പറഞ്ഞത്. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമകെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും, പാസ്റ്റർ സഹോദരനല്ല, സെക്രട്ടറി അല്ല, ഖജാൻജി അല്ല, പിന്നെ കൗൺസിൽ മെമ്പറല്ല, ഏത് മഹാനാണെങ്കിലും അകന്നു മാറിക്കോണം. അപ്പോസ്തലന്മാരിൽ കിട്ടിയ പ്രമാണത്തിന് വ്യവസ്ഥ വിട്ടു പോകുന്നവരെ വിട്ട് അകന്നു മാറണം. ഇല്ലെങ്കിലോ നിങ്ങളുടെ നിത്യത നിങ്ങൾക്ക് നഷ്ടമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ തിമോഥെയോസ് ലേഖനത്തിലേക്ക് വരുന്നു. നിഗളിച്ചിട്ട് പിശാചിൻ്റെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യന് വരുത്. നിന്ദയിലും പിശാചിൻ്റെ കടിയിലും കുടുങ്ങിപ്പോകുവാൻ പുറത്തുള്ളവരുടെ നല്ല സാക്ഷ്യം പ്രാപിച്ചവരുമായിരിക്കണം. അവരുടെ ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലഭമോഹികളും വരുത്. അവർ വിശ്വാസത്തിൻ്റെ മർമ്മ ശുദ്ധമനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിത്യരായി കണ്ടാൽ അവരെ ശുശ്രൂഷ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ എടുത്ത് തോട്ടിക്കളയണം. ഇപ്പം തോട്ടിക്കളയുന്നവരൊക്കെയാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം.